ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഗ്ലോറിയ ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിൻ്റെ 2ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളൊക്കെ നന്നായിട്ട് ഈ ധ്യാനത്തിൽ താല്പര്യത്തോടെ പങ്കെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്ന ഹോംവർക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ തമ്പുരാൻ്റെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട സുവിശേഷ ഭാഗങ്ങൾ ഈ ദിവസങ്ങളിൽ ശാന്തമായിട്ടിരുന്ന് ധ്യാനപൂർവം, തിരക്കിട്ട് ആരെയും ബോധിപ്പിക്കാനല്ല, തപ്പേന്ന് പറഞ്ഞ് വായിച്ചു തീർക്കാനല്ല, ശ്രദ്ധയോടെ ധ്യാനപൂർവം വായിച്ച് ക്രിസ്മസിന് ഒരുങ്ങണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. വീണ്ടും ഇന്നലെ നമ്മൾ ചിന്തിച്ചത് സ്നാപക യോഹന്നാനെ കുറിച്ചായിരുന്നു. സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തോട് സ്നാപക യോഹന്നാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ എടുത്താണ് നമ്മൾ ചിന്തിച്ചതും പ്രാർത്ഥിച്ചതും. ഇന്ന് യൗസേ പിതാവിനെ നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ തന്നെ, ഈ ധ്യാനം ഈശോയുടെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ കുറച്ചുകൂടി അടുത്തോട്ട് ചെന്ന് നോക്കി അവരിലെ നന്മകളെ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പഠിച്ച് നമുക്ക് 25-ാം തീയതി പുൽക്കൂട്ടിലെത്തണം. ഇന്ന് യൗസേ പിതാവ്, ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും യൗസേ പിതാവിൻ്റെ ജീവിതത്തിലെ 3 കാര്യങ്ങളെ നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യമേ ജാമ്യം എടുത്തായിരുന്നു. നമ്മളൊരു ടിപ്പിക്കൽ വചനപ്രഘോഷണം കണക്ക് ഞാൻ ഒരുപാട് ബൈബിളൊന്നും പറയുന്നില്ല. എനിക്കറിയാം ബൈബിൾ പറയുന്നത് വെച്ചാൽ ആസച്ച് ഈ വാക്യങ്ങളൊന്നും പറയുന്നില്ല. ബൈബിൾ എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ആദരവോടെ. പക്ഷെ ഞാൻ പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ക്രിസ്മസ് സ്റ്റോറി, ഈശോ തമ്പുരാൻ്റെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അതിനകത്തൊക്കെ ബൈബിളാണുള്ളത്, വചനമാണുള്ളത്. പ്രത്യേകിച്ചൊരു വാക്യം എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. നോക്കട്ടെ, നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് വെച്ച് പഠിച്ച് ഒരു ദിവസം നമുക്ക് അങ്ങനെ ധ്യാനിക്കുകയും കൂടെ ചെയ്യാം. ഇപ്പം നമ്മൾ യൗസേ പിതാവിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ വായിച്ചറിഞ്ഞത്, പാരമ്പര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം വെച്ച് ചിന്തിക്കുന്നു. ഒന്നാമത്തെ കാര്യം, യൗസേ പിതാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന, നമുക്ക് പാഠമാകുന്ന ഒന്നാമത്തെ കാര്യം, യൗസേ പിതാവ് നിസ്വാർത്ഥതയുടെ ആൾ രൂപമാണ്. നിസ്വാർത്ഥതയുടെ ആൾ രൂപമാണ്. എന്താണത്? സ്വാർത്ഥത തെല്ലുമില്ല യൗസേ പിതാവിൽ. ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് മനസ്സിലാക്കണമെങ്കിലുണ്ടല്ലോ, നമ്മൾ യൗസേ പിതാവിൻ്റെ റോൾ എടുക്കണം. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, വി മസ്റ്റ് ഗെറ്റ് ഇൻ ടു ഹിസ് ഷൂസ്. അയാളുടെ ചെരുപ്പുകളിലേക്ക് കയറി നിൽക്കണം. അതായത് അയാളുടെ മനസ്സ് സ്വന്തമാക്കണമെന്നാണ്. ശരിക്കും പറഞ്ഞ യൗസേപ്പിൻ്റെ ഒരു ആംഗിളും ചിന്തിച്ച് നോക്കിക്കേ. സെൽഫിഷ് ആകാൻ, അങ്ങനെ ചിന്തിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട് യൗസേ പിതാവിന്. കാരണം യൗസേപ്പിന് വേണമെങ്കിൽ കർത്താവ് തമ്പുരാനോട് ചോദിക്കാം, ഇതുകൊണ്ട് എനിക്കെന്താ മെച്ചം? ഈ പരിപാടിയെ, ഈ പ്ലാൻ ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ ഒരു പദ്ധതി, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഫുൾ പ്ലാൻ, ബ്ലൂ പ്രിന്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കർത്താവ് തമ്പുരാൻ. ഈ പ്ലാനിൽ, ഈ ഷെഡ്യൂളിലേക്ക് ഞാൻ എന്നെ അങ്ങോട്ട് ഉൾപ്പെടുത്തുമ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ, അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്കെന്താ മെച്ചം? ശരിക്കും പറഞ്ഞാൽ ആ കൂട്ടത്തിൽ പ്രത്യേകിച്ച് യാതൊരു മെച്ചം ഇല്ലാത്തത് യൗസേപ്പിനാണ്. മറിയം പരിശുദ്ധ അമ്മ എല്ലാ കാലവും ഈശോയുടെ അമ്മയാണ്. എല്ലാ കാലവും ഈശോയുടെ അമ്മയാണ്. യൗസേപ്പോ അന്നും ഇന്നും യൗസേപ്പിനെ വിളിക്കുന്ന പേര് വളർത്തച്ഛൻ എന്നല്ലേ? അപ്പോൾ യൗസേപ്പിന് വേണമെങ്കിൽ ചോദിക്കുന്നത്, ഞാൻ എന്തിനാ ഇതിനകത്ത് എൻ്റെ റോൾ എന്താ? എനിക്ക് പ്രത്യേകിച്ച് യാതൊന്നും ഇല്ല. മറിയത്തെ തിരഞ്ഞെടുത്തു ഈശോയുടെ അമ്മയാകാൻ. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി. ഞാൻ എന്തിനാ? അങ്ങനെ ഒന്ന് യൗസേപ്പ് ചോദിച്ചിരുന്നെങ്കിൽ കഥ മാറിപ്പോയനെ. യൗസേപ്പ് നിസ്വാർത്ഥതയോടെ ആ ദൈവിക പദ്ധതിയിൽ പങ്കുകാരനാവുകയാണ്. ഇവിടെ യൗസേപ്പ് എങ്ങനെയാണ് നമ്മൾക്ക് വെല്ലുവിളിയാകുന്നത്? യൗസേപ്പ് നമുക്ക് വെല്ലുവിളിയാകുന്നത്, ഇന്ന് എന്തനങ്ങിയാലും, അത് വീട്ടിലും ഇടവകയിലും സഭ മുഴുവൻ എടുത്താലും സമൂഹത്തിലും എന്തനങ്ങിയാലും ഉടനെയുള്ള ചോദ്യം, എന്താ മെച്ചം? നമുക്കെന്താ മെച്ചം? അത് സമ്പത്താകാം, അത് മണ്ണാകാം, ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ എൻ്റെ പേരെവിടെങ്കിലും വരുമോ? എൻ്റെ പേര്. യൗസേപ്പിൻ്റെ കാര്യത്തിൽ അത് പോലും ഇല്ലെന്ന് ഓർക്കണേ. ഈശോയുടെ പിറവിയുടെ സംഭവങ്ങൾക്ക് ശേഷം പിന്നെ പലയിടങ്ങളിലും മറിയം സൂചനയുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച്. കാനായിലെ കല്യാണ വീട്ടിൽ ഈശോ വളർന്ന് വലുതായി കഴിഞ്ഞിട്ട് മറിയമുണ്ട്. ഇനി സുവിശേഷത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മറിയം വന്ന് നിൽപ്പുണ്ട്. മറിയമുണ്ട്.
എൻ്റെ അമ്മയും സഹോദരന്മാരും എന്നൊക്കെ ഈശോ പറയുന്ന ഭാഗത്ത്. ഇനിയും മുന്നോട്ട് കാൽവരിയിൽ മറിയമുണ്ട്, പന്തക്കുസ്തായിൽ മറിയമുണ്ട്. യൗസേപ്പ് അപ്രസക്തനായി പോവുകയാണ്. അതായത് അവൻ്റെ പേര് പിന്നെ സുവിശേഷത്തിൽ ഇല്ലാതായി പോവുകയാണ്. അതേപോലെ നിസ്വാർത്ഥതയുടെ ആൾ രൂപമാണ്. ഇന്ന് നമ്മളൊക്കെ നന്മ ചെയ്യുന്നുണ്ട്, നന്മ ചെയ്യുന്നതിന് കുറവൊന്നുമില്ല. മറ്റേത് കാലത്തേക്കാളേറെ അഗതി മന്ദിരങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നില്ലേ? ഭയങ്കര ട്രെൻഡായിപ്പോ. കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. മറ്റേത് കാലത്തേക്കാളേറെ വീട് വെച്ച് കൊടുക്കുന്നില്ലേ? നമ്മൾ ഉണ്ട്. മറ്റേത് കാലത്തേക്കാളേറെ നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? ഉണ്ട്. ചാരിറ്റിക്കൊന്നും ഒരു കുറവില്ലെന്നേ, പുണ്യം ചെയ്യുന്നതിനൊന്നും ഒരു കുറവില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മോട്ടീവ് എന്താണ്? നമ്മുടെ ഉദ്ദേശം എന്താ? എടാ, നിന്റെ പേരോ നിന്റെ മുഖവോ നീയാണത് ചെയ്തെന്നൊരു സൂചന പോലും ബാക്കിയില്ലാതെ ചെയ്യാൻ പറ്റുമോ നിനക്ക്? അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു സെൽഫിഷ്നെസ് ഉണ്ട്. എന്നാലും ഇവർ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാ. ഞാനാ ഇതൊക്കെ ചെയ്തേ, വേറെ നിങ്ങൾ കൈയടിച്ചില്ലെങ്കിൽ എന്നെ നോക്കിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാ. അവിടെയാണ് യൗസേപ്പ് പിതാവ് നിസ്വാർത്ഥതയുടെ ആൾ രൂപമായിട്ട് നിൽക്കുന്നത്. എങ്ങും ഒന്നും വേണ്ട, എല്ലാം കഴിഞ്ഞ് അവനങ്ങ് പിന്മാറുകയാണ്. അതുപോലത്തെ ക്രിസ്ത്യാനികളെ ഇന്ന് ആവശ്യമുണ്ട്. അതുപോലത്തെ കുറച്ചു പേരെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതിയായിരുന്നു. അതുപോലത്തെ കുറച്ചു പേരെങ്കിലും, ഒരു കയ്യടിയും പ്രതീക്ഷിക്കാതെ, ഒരു പേരും പെരുമയും പ്രതീക്ഷിക്കാതെ, ഒരു അപ്രീസിയേഷൻ അഭിനന്ദനവും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥതയോടെ ദൈവിക പദ്ധതിയുടെ ഭാഗമാകുന്നവർ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഉള്ളവർ ഉണ്ട്, നമുക്കിടയിലും ഉണ്ടത്. പക്ഷെ വംശനാശ ഭീഷണിയിലാണ്, ഉണ്ട്. അതുകൊണ്ട് അങ്ങനൊരു ശ്രമം നടത്താം നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന്. പലരുടെയും ഇന്നത്തെ വലിയ കലഹം എന്താ? എൻ്റെ നന്മകളൊന്നും ആരും പറയുന്നില്ല, ഞാൻ ഈ കാലം മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടത് ആരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. മിണ്ടി അതിൻ്റെ പുണ്യം കളയാതറ. അതായത് നീ ചെയ്ത നല്ല കാര്യത്തിൻ്റെ, നീ മുൻകാലത്ത് ചെയ്തു വെച്ച സുഹൃതങ്ങളുടെ അതിൻ്റെയൊക്കെ മെച്ചം ആരെങ്കിലും ഈ ഭൂമിയിൽ അതിന് ചേരുന്ന പ്രതിഫലം വാക്കായും പണമായും പെരുമയായും പേരായും നിനക്ക് തന്നാൽ കഴിഞ്ഞില്ലേ? തീർന്നില്ലേ? അതവിടെ കിടക്കട്ടെ, ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ അവിടെ കിടക്കട്ടെ. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിൽ സാരമില്ല. ചിലരുടെ സങ്കടം, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ഞാൻ എന്തുമാത്രം ഈ വീടിന് വേണ്ടി കിടന്ന് പാടുപെടുന്നത്, അടുക്കളയിൽ കിടന്ന് ഉരുക്കി തീരുകല്ലേ ഞാൻ. എല്ലാ അമ്മമാരുടെ സങ്കടം പോട്ടമ്മേ, സാരമില്ല. യൗസേപ്പിനെ ഓർക്ക്. അപ്പൻ്റെ സങ്കടം എന്താ? ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടം അമ്മയോടാണ്, അമ്മ മതി പിള്ളേർക്ക്, എൻ്റെ അധ്വാനം ആരും കാണുന്നില്ല, ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ലെന്ന്. സാരമില്ലപ്പാ, യൗസേപ്പിനെ ഓർക്ക്. ഇടവകയിലെ വികാരിച്ചന്മാരുടെ സങ്കടം എന്താ? ഈ ജനത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ പാടുപെടുന്നത് മുഴുവൻ, എന്നിട്ടും കുറ്റം പഴിയും മാത്രമാണല്ലോ എന്നും. സാരമില്ല അച്ചോ, യൗസേപ്പിനെ ഓർക്ക്. നിസ്വാർത്ഥതയോടെ ഒന്നും പ്രതീക്ഷിക്കാതെ ക്രിസ്തീയ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനുള്ള ക്ഷണം തരുന്നുണ്ട് യൗസേപ്പ് പിതാവ്. രണ്ടാമത്തത്, യൗസേപ്പ് പിതാവിൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റി നമ്മൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവർക്കൊക്കെ ഇപ്പോൾ സ്നാപകയോ, ഇന്നലെ പറഞ്ഞ സ്നാപകയോനാന് 3 ഉള്ളോ? ഇഷ്ടം പോലെ ഉണ്ട്. യൗസേപ്പിന് 3 ഉള്ളോ? ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ. നമ്മുടെ സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഈ കാലത്തോട് സംവദിക്കുന്ന 3 കാര്യങ്ങൾ എടുക്കുന്നു. രണ്ടാമത്തെ കാര്യം യൗസേപ്പ് പിതാവിൻ്റെത്, ഒന്നാമത്തത് നിസ്വാർത്ഥതയുടെ ആൾ രൂപം. രണ്ടാമത്തത് ചോദ്യം ചോദിക്കട്ടെ, 4 സുവിശേഷങ്ങളിൽ നിന്നായിട്ട് യൗസേപ്പ് പിതാവ് പറഞ്ഞ വാക്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്? വേഗം എണ്ണി പറയണം. 4 സുവിശേഷങ്ങളും തപ്പിയിട്ട് യൗസേപ്പ് പിതാവ് പറഞ്ഞ വാക്യങ്ങൾ എത്ര എണ്ണമുണ്ട്? വേഗം വീട്ടിനകത്ത് ഇരുന്ന് കേൾക്കുന്നവർക്ക് ഉത്തരം പറയാം. ശരി ഉത്തരം ഉണ്ടെങ്കിൽ കഴിയുമ്പോൾ സമ്മാനം കൊടുക്കാം. എത്രയുണ്ട്? യൗസേപ്പ് പിതാവ് ഒന്നും പറഞ്ഞിട്ടില്ല. യൗസേപ്പ് പിതാവ് സുവിശേഷം മുഴുവൻ തപ്പിയാലും നമ്മൾ കാണുന്നത് യൗസേപ്പ് പിതാവ് ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. യൗസേപ്പ് പിതാവ് നിശബ്ദനാണ്. ഒന്നും മിണ്ടിയിട്ടില്ല യൗസേപ്പ് പിതാവ് നമ്മളെ ഇന്ന് ഈ കാലത്ത് പഠിപ്പിക്കുന്ന പാഠം, എടവേ നിനക്കൊന്ന് മിണ്ടാതിരിക്കാമോ? എന്നോടും കൂടെ കുട്ടിയാണ്, നിനക്കൊന്ന് മിണ്ടാതിരിക്കാമോ? യൗസേപ്പ് പിതാവ് വെല്ലുവിളിക്കുകയാണ്. അതായത് നമ്മളൊന്ന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, തീർന്നു പോകാമായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മിണ്ടി വഷളാക്കിയതാണ്. നമ്മളൊന്ന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. വീട്ടിൽ തന്നെ ഉദാഹരണമില്ലേ? ശരിയാണ്, അപ്പൻ വൈകുന്നേരം വന്നൊരു പ്രകോപനം നടത്തി, ഒരാവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞു. അമ്മേ, നീയൊന്നും മിണ്ടാതിരുന്നാൽ ആ പ്രശ്നം അവിടെ കൊണ്ട് തീരില്ലായിരുന്നോ? പക്ഷെ നമ്മൾ മിണ്ടിയതോടുകൂടി നമ്മുടെ കയ്യിൽ നിന്നേ പോയി. യൗസേപ്പ് പിതാവ് നമ്മളെ ക്ഷണിക്കുന്നത് നിശബ്ദനായി ജീവിക്കാൻ പറ്റുമോ? ഒരു പ്രയോഗമുണ്ട്, ഈ പുൽനാം പറയാതെ നടക്കുകയും പുഴയറിയാതെ കുളിച്ചു കയറുകയും ചെയ്യുന്നവർ. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് യൗസേപ്പ്. അത് നോക്കിക്കേ, രസമാണത് ചിന്തിക്കുമ്പോൾ. പുൽനാം പറയാതെ നടക്കുന്നവർ, അവർ നടക്കുമ്പോൾ പുൽനാം പറയിൽ ഇവർ നടന്നു പോകുന്നത്.
അവർ കുളിച്ചു കയറിയാലും പുഴ അറിയില്ല. ഇവർ കുളിച്ചു കയറിപ്പോയത് പുൽനാം പറയാതെ നടക്കുകയും പുഴ അറിയാതെ കുളിച്ചു കയറുകയും ചെയ്യുന്നവർ. അങ്ങനത്തെ കുറച്ച് മനുഷ്യർ വേണം നമ്മുടെയൊക്കെ വീട്ടകങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലും. പ്രത്യേകിച്ച് അങ്ങനെ അവർക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അവർ കുറെ കൂടെ ദൈവത്തിന് സറണ്ടർ ചെയ്യുകയാണ്, ദൈവത്തിന് വിട്ടു. അതുകൊണ്ടാണ് അവർക്കത് പറ്റുന്നത്. യൗസേപ്പിന് ചോദ്യം ചോദിക്കാൻ ഇഷ്ടം പോലെ ഇല്ലേ? ഉണ്ട്. ദൈവപുത്രനാന്ന് പറഞ്ഞ് തന്നതാണ്. എന്നിട്ട് ദേ സത്രത്തിൽ ഇടവില്ല, ചോദ്യം ചോദിക്കാനില്ല. അനീതിയല്ലേ ഈ കാണിക്കുന്നത്? ചോദിക്കാൻ മേലേ? ചോദിക്കാമായിരുന്നു. അല്ലെങ്കിൽ രാത്രിയിൽ വന്ന് ദൂതം പറയാണ്, എടുത്തോണ്ട് ഓടിക്കോളാൻ പറയാണ്, രക്ഷപ്പെട്ടോ, ഇവിടെ തന്നെ ഹെറോദോസ് കൊല്ലാൻ പോകുന്നു. തിരിച്ചു ചോദിക്കായിരുന്നല്ലോ, നല്ല ഒന്നാം തരം ചോദ്യം. ഇത് ആരാ എൻ്റെ കയ്യിലോട്ട് തന്നിരിക്കുന്നത്? ഇത് ആരെയാ തന്നിരിക്കുന്നത്? ദൈവപുത്രനല്ലേ, സൈന്യ നിരയില്ലേ, ഇറക്ക്. ചോദിക്കാമായിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ, 12-ാം വയസ്സിൽ ചെറുക്കനെ കാണാതെ പോയപ്പോൾ തിരിച്ചു കിട്ടിയപ്പം എന്തുവാടാ ഈ കാണിച്ചത്? അത്രയെങ്കിലും ചോദിക്കാമായിരുന്നു. അവിടെ പോലും ആ മനുഷ്യനൊന്നും മിണ്ടിയിട്ടില്ല. യൗസേപ്പ് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഒരുപാട് സംസാരിക്കുന്നുണ്ടോ നീ? കുറച്ചൊക്കെ ഇനി പതുക്കെ നിശബ്ദത പഠിക്കുക, കുറച്ചൊക്കെ മിണ്ടാതിരിക്കുക. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം ഇടപെട്ടോളും. ഇവിടെ ദൈവത്തിന് ഇടപെടാൻ ഗ്യാപ്പ് കിട്ടാത്ത രീതിയിൽ നമ്മൾ വായിട്ടലച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനെ ഒന്ന് പ്രവർത്തിക്കാനോ സംസാരിക്കാനോ ഗ്യാപ്പ് കൊടുക്കാത്ത രീതിയിൽ വായിട്ടലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാലത്തിന്റെ പ്രശ്നങ്ങളെ നാവിട്ടടിച്ച് പരിഹരിക്കാമെന്ന് നമ്മൾ വ്യാമോഹിക്കുമ്പോൾ പറ്റുന്നത് നമ്മുടെ ദൈവവിശ്വാസമില്ലായ്മയുടെ പ്രകടനമായിട്ട് ഇത് മാറുന്നു. ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ എൻ്റെ നാവ് കൊണ്ട് സംസാരിച്ച് തീർക്കാമെന്ന് വിചാരിക്കുന്നവർ തന്നിലെ ദൈവവിശ്വാസമില്ലായ്മയുടെ പ്രകടനം നടത്തുകയാണെന്ന് ഓർക്കണം. മിണ്ടാതിരിക്കാം, നമുക്ക് കുറച്ചൊക്കെ മിണ്ടാതിരിക്കാം. യൗസേപ്പ് പഠിപ്പിക്കുന്ന പാഠമാണത്. ഒന്നാമത്തത് നിസ്വാർത്ഥത, 2 നിശബ്ദത. മൂന്നാമത്തത് യൗസേപ്പ് പഠിപ്പിക്കുന്ന പാഠം അധ്വാനത്തിൻ്റെ മാതൃക. നമുക്കൊക്കെ അറിയാം അല്ലേ, യൗസേപ്പിനെ കുറിച്ച് നമ്മൾ പറയും തൊഴിലാളികളുടെ മധ്യസ്ഥൻ. അധ്വാനത്തിൻ്റെ മാതൃക നൽകുന്നുണ്ട് യൗസേപ്പ് പിതാവ്. അതെന്താ നമുക്ക് പ്രസക്തി ഈ കാലത്തോട്? അത് ഞാൻ ഒരു വലിയ അപകടം സെൻസ് ചെയ്തിട്ട് പറയുന്നതാണ്. ഒരിക്കൽ മറ്റൊരു വേദിയിൽ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. യൗസേപ്പ് ഒരു അധ്വാനിയായ അപ്പനാണ് എന്നത് ഈ കാലഘട്ടം ഒരുക്കുന്നൊരു വലിയ കെണിക്ക്, ഒരു പ്രലോഭനത്തിനുള്ള മറുപടിയായിട്ട് മനസ്സിലാക്കണം. എന്താ അത്? ഇന്നുണ്ടല്ലോ ആത്മീയതയ്ക്ക്, അല്ലെങ്കിൽ തിരിച്ച അലസതയ്ക്ക് ആത്മീയതയുടെ പരിവേഷം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ശ്രദ്ധിച്ചേ, അലസതയ്ക്ക്, എൻ്റെ മടിക്ക്, എനിക്ക് പണിയെടുക്കാൻ വയ്യ, എൻ്റെ അലസതയ്ക്ക് ആത്മീയതയുടെ പരിവേഷം കൽപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ ഭൂമിയിൽ ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. ആത്മാവാണ് പ്രധാനപ്പെട്ടത്, നിത്യജീവിതമാണ് പ്രധാനം. അതുകൊണ്ട് ഞാൻ വിയർക്കത്തില്ല. ചില കുടുംബങ്ങളെയൊക്കെ നമുക്കറിയാം, നന്നായിട്ട് കാർന്നോന്മാർ നന്നായിട്ട് അധ്വാനിച്ച് തലമുറകളിലൂടെ കൈമാറപ്പെട്ടു വന്ന സ്വത്തും വ്യാപാരവും കച്ചവടവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ തലമുറയിൽ ഒരു കണ്ണി വന്നിട്ടുണ്ടല്ലോ, അവൻ അലസനാണ്. അതാണ് എൻ്റെ പ്രശ്നം. ആ അലസതയ്ക്ക് അവൻ എന്ത് ചെയ്തു? ആത്മീയതയുടെ പരിവേഷം കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്നും കാര്യമില്ല. ആര് പറഞ്ഞു? പിന്നെ എന്തിനാ കർത്താവ് പറഞ്ഞത് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കാൻ പറഞ്ഞത്? പിന്നെ എന്തിനാ അധ്വാനിയായ ഒരു അപ്പന് ഈശോയെ ഭരമേൽപ്പിച്ചത്? ഈശോയുടെ വളർത്തച്ഛൻ തച്ചനായിരുന്നു, അവൻ അധ്വാനിച്ചവനാണ്. അധ്വാനിച്ചാണ് അവൻ മറിയത്തെയും കൊച്ചിനെയും പാലിച്ചത്. എന്നാ പിന്നെ അവന് പറയാമല്ലായിരുന്നോ ദൈവപുത്രനെ അല്ലേ എൻ്റെ വീട്ടിൽ വളർത്തുന്നത്? എന്നാ പിന്നെ ദൈവം ചെലവരുതാ, ഞാൻ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മുട്ടുമേ എന്നോളാം, കർത്താവ് തമ്പുരാൻ നോക്കെൻ്റെ കുടുംബത്തെ. അല്ല, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അധ്വാനിച്ച് അവൻ കൊച്ചിനെ വളർത്തി. ദൈവപുത്രനെ അധ്വാനിച്ചു വളർത്തി യൗസേപ്പ് പിതാവ് നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയാണ്. പ്രാർത്ഥനയുടെ പേര് പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ ദൈവമേൽപ്പിച്ച നിയോഗങ്ങൾ ഒളിച്ചോടരുത്. ഇന്ന് അങ്ങനത്തെ മനുഷ്യരുണ്ടെന്നേ. പ്രാർത്ഥനയുടെ പേര് പറഞ്ഞ്, എന്തൊരു ചതിയാ അത് ദൈവത്തോട് കാണിക്കുന്നത്. പ്രാർത്ഥനയുടെ പേരും പറഞ്ഞ് ദൈവമേൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ, എന്തൊക്കെയാ നിയോഗങ്ങൾ? നീ ഒരു ഭർത്താവാണ്, നീ ഒരു ഭാര്യയാണ്, നിനക്കതിൻ്റെ ഉത്തരവാദിത്വങ്ങളുണ്ട്. നീ ഒരു അപ്പനാണ്, നിനക്ക് 2 കുഞ്ഞുങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്, അതുങ്ങൾ നന്നായിട്ട് വളർത്തണം, നിന്റെ ഉത്തരവാദിത്വമാണത്. അതിൽ നൊഴിഞ്ഞു മാറരുത്, ഒളിച്ചോടരുത്. അത് കർത്താവിനെ ചതിക്കലാണ്. അല്ലെങ്കിൽ നേരത്തെ കർത്താവിൻ്റെ ആലോചിച്ചില്ല, അച്ഛനാകാനോ സിസ്റ്ററാകാനോ പോകണമായിരുന്നു. ഫുൾ ടൈം ദൈവവേല. അച്ഛന്മാരും കന്യാസ്ത്രീമാരാണെങ്കിൽ പോലും നമുക്ക് വെറുതെ ഇരിക്കാൻ അനുവാദമില്ല, വെറുതെ ഇരിക്കാൻ അനുവാദമില്ല. അപ്പോൾ നമ്മുടെ തൊഴിലെന്താ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈയിടെ എന്നോട് ഒരാൾ ചോദിച്ചു, അച്ഛൻ്റെ പണി എന്താ? അച്ഛൻ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല. അച്ഛൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്? ഇല്ല. അച്ഛൻ വേറെ വല്ലയിടത്തെ വല്ലോ? ഇല്ല. പിന്നെ അച്ഛൻ്റെ പണി എന്താ? എൻ്റെ പണി, ഞാൻ ഉടനെ പറഞ്ഞു, ആത്മാക്കളുടെ രക്ഷ. ആത്മാക്കളുടെ രക്ഷ അത് 24/7 ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്താൽ പിന്നെ അലസനായിട്ടിരിക്കാൻ പറ്റും. നമുക്ക് പണിയെടുക്കണ്ടേ? അലസതയ്ക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. അലസത ഉണ്ടെങ്കിൽ അലസതയാന്ന് പറയണം, അതിനെ ആത്മീയത എന്ന് വിളിച്ചേക്കരുത്. അവിടെ ഈ യൗസേപ്പ് പിതാവ് നമ്മുടെ മുമ്പിൽ മാതൃകയാകുന്നത്
അധ്വാനിക്കണം, പണിയെടുക്കണം, ജോലി ചെയ്യണം. വിയർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് പറ്റിയ പണിയൊന്നുമില്ല ആത്മീയത. അങ്ങനെ വിചാരിച്ചേക്കരുത്. വിയർക്കാൻ മനസ്സില്ലാത്തവരെല്ലാം കൂടെ ആത്മീയതയുടെ കൂടാരങ്ങളിലേക്ക് ചെന്ന് കയറിയിട്ട് ഞങ്ങളൊക്കെ ദൈവസ്തുതി അല്ല, അങ്ങനെ ചെയ്യരുത്. നിന്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. നിനക്ക് ആ നിയോഗം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അത് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നീ കൈകാര്യം ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് യൗസേ പിതാവ് എന്ന വ്യക്തിയാണ്. യൗസേ പിതാവിനെയാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. ഇന്നലത്തതുപോലെ 3 കാര്യങ്ങൾ യൗസേ പിതാവിൽ നിന്ന് കണ്ടു പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? റിവിഷൻ ടൈമാണത്. പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ എന്തോ പറഞ്ഞു എന്ന് തോന്നലുണ്ടാകാതിരിക്കാനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നത്, ആവർത്തിക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ പതിയട്ടെ. ഒന്നാമത് യൗസേ പിതാവ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, നിസ്വാർത്ഥതയുടെ പര്യായമാണ് യൗസേ പിതാവ്. നിസ്വാർത്ഥമായി ജീവിക്കാൻ, നമുക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ലാത്ത കാര്യങ്ങളിൽ വ്യാപരിക്കാൻ ശീലിക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കളെ, മക്കളെ അത് ശീലിപ്പിക്കണേ. എന്ത്? മെച്ചമില്ലാത്ത കാര്യങ്ങളിലും ഏർപ്പെടാൻ. ഇപ്പോൾ എല്ലാം പ്രോഫിറ്റാണ്. മെച്ചമില്ലാത്ത കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല ആരും. അങ്ങനെയാണ് മക്കളെ വളർത്തുന്നെങ്കിൽ ഓർത്തേക്കണേ, നിങ്ങൾക്കൊരു 70-80 വയസ്സാകുമ്പോൾ പിള്ളേർ തിരിച്ചറിയും നിങ്ങളെ നോക്കുന്നതിൽ വലിയ മെച്ചമില്ല. ഇതൊരു ഫൂളിഷ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ടൈമായിട്ടും പണമായിട്ടും. അപ്പൊ പിന്നെ വീട്ടകത്ത് നമ്മളെ ഒറ്റക്കിട്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വല്ല വഴിക്ക് പറന്നാക്കുന്നതിന് ആരെയും പഴി പറയരുതേ. നിങ്ങൾ ശീലിപ്പിച്ചത് അങ്ങനെയാ. മെച്ചമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടരുത് കുഞ്ഞുങ്ങളെ. പ്രോഫിറ്റ് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർ മനസ്സിലാകും, ഒരു പ്രായം കഴിയുമ്പോൾ യു ആർ അൺപ്രൊഡക്റ്റീവ്, നിങ്ങളെ കൊണ്ട് നേട്ടമില്ല, മെച്ചമില്ല. അങ്ങനെയല്ല. ദൈവ തിരുമുമ്പാകെ ചില കാര്യങ്ങൾക്ക് ഒരു മെച്ചവും നോക്കാതെ നിസ്വാർത്ഥമായി നിൽക്കാനും ജീവിക്കാനും അധ്വാനിക്കാനും കഴിയണം. യൗസേ പിതാവിൻ്റെ പാഠം. 2, നിശബ്ദത. ലളിതമായി പറഞ്ഞാൽ മിണ്ടാതിരുന്നാൽ കുറേ പ്രശ്നങ്ങൾ മാറിപ്പോക്കോളും കേട്ടോ. മിണ്ടാതിരുന്നാൽ, നീ ഒന്ന് നിന്റെ നാവേ അകത്തേക്കിട്ട് മിണ്ടാതിരുന്നാൽ കുറേ പ്രശ്നങ്ങൾ മാറിപ്പോക്കോളും. കുറേ കൂടെ ധ്യാനിക്കാൻ പറ്റും, കുറേ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റും. യൗസേ പിതാവ് തരുന്ന പാഠമാണത്. 3, ഒടുവിലായിട്ട് നമ്മൾ യൗസേ പിതാവിനെ കുറിച്ച് ചിന്തിച്ച കാര്യം, യൗസേ പിതാവ് അധ്വാനത്തിൻ്റെ മനുഷ്യനാണ്. ഈ കാലഘട്ടത്തിൽ അലസതയ്ക്ക് ആത്മീയതയുടെ ഒരു ചാർത്ത് കൊടുത്തിട്ട്, ആത്മീയത ചാർത്തി കൊടുത്ത് അലസതയെ അകത്തൊളിപ്പിക്കുന്നവരുണ്ട്. അപകടമാണത്. അത് തിരിച്ചറിയണം. ഈശോ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അധ്വാനിക്കണം എന്നുള്ളത് തന്നെയാണ്. വേലയെടുക്കണം, ചുമ്മാതിരിക്കരുത്, അധ്വാനിക്കണം. അതിന് യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. ഈ ക്രിസ്മസ് ദിവസത്തിലേക്ക്, തിരുപ്പിറവിയിലേക്ക് ഒരുങ്ങുമ്പോൾ യൗസേ പിതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളെ ധ്യാനിച്ച് ജീവിതത്തിൽ വരുത്തേണ്ട തിരുത്തലുകൾ അത് വരുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ആരാധനയ്ക്കായി മുട്ടുകുത്താം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ.
കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈശോയെ, രക്ഷക, നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ കൂട്ടായ്മയിൽ നിന്നെ ആരാധിക്കുകയാണ്. ഒറ്റയ്ക്കല്ല ഈശോയെ, ഞങ്ങൾ കൂട്ടായ്മയിൽ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവനോടും ചേർന്ന്, ഒരു പക്ഷേ എൻ്റെ ചാരത്ത് ഇപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ ഇല്ലായിരിക്കാം. പക്ഷേ അവരോടും ചേർന്ന് ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവജനമേ, പലവിധ കാരണങ്ങളാൽ നമ്മുടെ അടുത്തില്ലാത്തവരെ ഈ ആരാധനയുടെ നേരത്ത് നമ്മുടെ ചാരത്തേക്ക് ചേർത്ത് നിർത്തി അവരെയും ചേർത്ത് ഈശോയെ ആരാധിക്കണേ. പ്രത്യേകിച്ച് പഠനത്തിനും തൊഴിലിനുമായി നമ്മളിൽ നിന്ന് അകലെയായിരിക്കുന്നവർ, മറ്റു ദേശങ്ങളിൽ പഠനത്തിലും ജോലിയിലും വ്യാപരിക്കുന്നവർ, ഈ നമുക്കിടയിൽ ദൂരങ്ങൾ വന്നതുകൊണ്ട് അകന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചാരത്ത് അവരെ കൊണ്ട് നിർത്താം. നമ്മളിൽ നിന്നും കടന്നുപോയ നമ്മുടെ പൂർവികരെ ഓർത്ത് ഈ നേരത്ത് പ്രാർത്ഥിക്കണേ. നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടെങ്കിൽ, നമ്മുടെ അപ്പാപ്പൻ, അമ്മാമ്മ, വല്യപ്പൻ, വല്യമ്മ, അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരോട് ചേർന്ന് ഈശോയെ ആരാധിക്കാം. സഭ മുഴുവനോടും ചേർന്ന് ഈശോയെ ആരാധിക്കാം. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ വീട് മാത്രമല്ല നിന്നെ ആരാധിക്കുന്നത്, ഞങ്ങളുടെ കുടുംബം മാത്രമല്ല ഈശോയെ നിന്നെ ആരാധിക്കുന്നത്, ഞങ്ങളുടെ അയൽപക്കങ്ങളോട് ചേർന്ന് നിന്നെ ആരാധിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അയൽപക്ക ബന്ധങ്ങളിൽ വീഴ്ചകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് അത് തിരുത്താൻ ഏറ്റവും നല്ല നേരം. ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ തിരുമുമ്പാകെ നമ്മുടെ വീടിൻ്റെ സമീപത്ത് താമസിക്കുന്നവരെ ഒക്കെ ഓർത്തെടുത്ത് അവരെയും ചാരത്ത് നിർത്തി, അടുത്ത് നിർത്തി, അവരോട് ചേർന്ന് ഈശോയെ നമുക്കിപ്പോൾ ആരാധിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഇടവക സമൂഹം മുഴുവനോടും ചേർന്ന് നിന്നെ ആരാധിക്കുന്നു. ഇടവകയിൽ നമുക്ക് പ്രിയമുള്ളവര്, നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ മുഖമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വേഗം ഓടിയെത്തും. പക്ഷേ പലവിധ കാരണങ്ങളാൽ അല്പം അകലെയായി പോയവർ, പ്രത്യേകിച്ച് മനസ്സുകൊണ്ട് അകലങ്ങളിലായി പോയവർ നമ്മുടെ ഇടവകയിൽ നമുക്കുണ്ട്. അവരെയൊക്കെ ഈ നേരത്ത് ചേർത്ത് നിർത്തി ഈശോയെ ആരാധിക്കണേ. ഇതാണ് ഐക്യത്തിലുള്ള ആരാധന, ഒരേ മനസ്സോടെയുള്ള ആരാധന. ഒരേ മനസ്സോടെ ദൈവത്തിന് മുമ്പാകെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്, രമ്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് കൃപയൊഴുകുന്നത്, അനുഗ്രഹം വർഷിക്കപ്പെടുന്നത്. ഇടവക മുഴുവനോടും സഭ മുഴുവനോടും ചേർന്ന് ഈശോയെ ആരാധിക്കാം. കർത്താവേ, സഭ മുഴുവനോടും, നിന്റെ പരിശുദ്ധ സഭ മുഴുവനോടും ചേർന്ന് നിന്നെ ആരാധിക്കുന്നു. ഇന്നോളം ഈ സഭയിൽ വിശ്വാസം ജീവിച്ചു കടന്നുപോയ എല്ലാവരോടും ചേർന്ന് കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രത്യേകിച്ച് വിശുദ്ധരുടെ നീണ്ട നിരയുണ്ട് സഭയിൽ. ഞങ്ങൾക്ക് മാതൃകയായി മധ്യസ്ഥരായി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളുടെ വിശുദ്ധരോട് ചേർന്ന്, പ്രത്യേകിച്ച് ഞങ്ങളുടെ പേരിന് കാരണക്കാരിയായ വിശുദ്ധൻ, വിശുദ്ധ, ഞങ്ങൾ ഇടവകയുടെ മധ്യസ്ഥനായ മധ്യസ്ഥയായ വിശുദ്ധൻ, വിശുദ്ധ,
അവരെയൊക്കെ പ്രത്യേകം ഞങ്ങളോട് ചേർത്ത് നിർത്തി അവരുടെ കരം പിടിച്ച് ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, സകല സ്വർഗവാസികളോട് ചേർന്ന് നിന്നെ ആരാധിക്കുന്നു. സ്വർഗം മുഴുവനോടും ചേർന്ന് മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, ക്രിസ്മസ് സ്വർഗവും ഭൂമിയും സന്തോഷിക്കുന്ന നിമിഷമല്ലേ? ആ ക്രിസ്മസ് സംഭവത്തിൽ ഭൂമിയുടെ സന്തോഷത്തോട് സ്വർഗം ചേർന്നില്ലേ? മാലാഖമാർ താഴേക്ക് ഇറങ്ങി വന്ന് ആനന്ദ നൃത്തം ചവിട്ടിയില്ലേ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കർത്താവേ, സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കും. ദൈവജനമേ, ഇങ്ങനൊരു ചിന്ത, ഇങ്ങനൊരു ഭാവന മനസ്സിൽ കണ്ടു പ്രാർത്ഥിക്കണേ. നമ്മുടെ ചാരത്ത് ചിറക് വിരിച്ചു മാലാഖമാർ നിൽപ്പുണ്ട്. മിഖായേലും ഗബ്രിയേലും റഫായേലും നവവൃന്ദ മാലാഖമാരും നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ കാവൽ മാലാഖ നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നുണ്ട്. ഈശോയുടെ സ്ലീഹന്മാര് നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രചോദിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധി അമ്മ യൗസേപ്പിതാവ് നമ്മോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നുണ്ട്. വിശുദ്ധരുടെ വലിയ നിര, പൂർവികരുടെ കടന്നുപോയവരുടെ വലിയ നിര, നമ്മുടെ കുടുംബം, ഇടവക, സഭ മുഴുവൻ ഈശോയെ ആരാധിക്കട്ടെ. കർത്താവേ, ആരാധിക്കാൻ വേണ്ടി എൻ്റെ ജനത്തെ വിട്ടുതരുവിനെന്ന് മോശയിലൂടെ ഫറവോയോട് കൽപ്പിച്ചവനെ, പലവിധ അടിമത്തങ്ങളിൽപ്പെട്ട് ഞങ്ങളുടെ കാലം, ജനം ഞെരുങ്ങുന്ന കാലത്ത് നീ കൽപ്പിക്കണമേ. കർത്താവേ, നിന്റെ ആജ്ഞ നീ പുറപ്പെടുവിക്കണമേ. എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടുതരുക. എല്ലാ അടിമത്തത്തിൻ്റെ ചങ്ങലകളെയും ഭേദിച്ചിട്ട് എൻ്റെ കർത്താവേ, നിന്റെ ജനം തിരുമുമ്പാകെ ആരാധന സമർപ്പിക്കട്ടെ. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. ആരാധിച്ചിടുവാനായി അങ്ങേ സന്നിധി തന്നിൽ ചേരുന്നു, പാടുന്നു, നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോടു ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, യൗസേപ്പിതാവിനോട് ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കും. ഇന്ന് ഞങ്ങൾ കേട്ടതും ധ്യാനിച്ചതും മാർ യൗസേപ്പിതാവിനെ കുറിച്ചാണ്. കർത്താവേ, അധ്വാനത്തിൻ്റെ മാതൃക ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട് നിന്റെ വളർത്തു പിതാവ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അലസതയ്ക്ക്, ഞങ്ങളുടെ മടിക്ക് ആത്മീയതയുടെ പരിവേഷം കൽപ്പിച്ചു കൊടുത്ത നിമിഷങ്ങളെയോർത്ത് അനുതപിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കാതെ, കഠിനാധ്വാനം ചെയ്യാതെ പോയ നിമിഷങ്ങളെയോർത്ത് അനുതപിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ഞെരുക്കത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ തിരുമുമ്പാകെ ആശങ്കപ്പെടുമ്പോൾ, പൂർവ്വകാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, കുറച്ചുകൂടൊക്കെ ഒന്ന് അധ്വാനിക്കാമായിരുന്നു.
കുറച്ചുകൂടെ പണിയെടുക്കാമായിരുന്നു. ഒരുപക്ഷെ എൻ്റെ അധ്വാനത്തിൻ്റെ പങ്ക് ദുശീലങ്ങൾക്കായി ഞാൻ ചെലവഴിച്ച് കളഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കാനുള്ള എൻ്റെ മനസ്സില്ലായ്മ, അതൊക്കെ ചില ദുരിതങ്ങളിലേക്ക് എന്നെ നയിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ്. ഈശോയേ, യൗസേപ്പ് പിതാവിനെ പോലെ അധ്വാനിച്ച് തിരുക്കുടുംബത്തെ പുലർത്തിയ നിന്റെ പിതാവിനെ പോലെ ഈ ഭൂമിയിൽ ഞങ്ങൾ കേൾപ്പിച്ചു തന്നിരിക്കുന്നവരെ, ഞങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗങ്ങളെ ഗൗരവത്തിലെടുക്കുവാനും അവയ്ക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിശബ്ദതയുടെ മൗനത്തിൻ്റെ ആൾരൂപമായിരുന്നു യൗസേപ്പ്. കർത്താവേ, ഞങ്ങളൊക്കെ ഒരുപാട് വായിട്ടലയ്ക്കുകയാണ്, ഒരുപാട് സംസാരിക്കുന്നുണ്ട് കർത്താവേ. ഞങ്ങൾ സംസാരിക്കുന്നതിൽ ഏറെയും പാഴ്വാക്കുകൾ. നേരം വെളുക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഞങ്ങൾ ഏറ്റവും അധികം ഇടറിപ്പോകുന്നത് ഞങ്ങളുടെ നാവിനാലെയാണ്. കള്ളം പറച്ചിലായും പരദൂഷണമായും ചീത്തവാക്കായും ഒക്കെ ഞങ്ങളുടെ നാവാണ് കർത്താവേ ഏറ്റവും അധികം ഇടറിപ്പോകുന്നത്. യൗസേപ്പ് പിതാവ്, നിന്റെ വളർത്തു പിതാവ്, ഞങ്ങളുടെ മുമ്പിൽ മാതൃകയായി നിന്ന് ഞങ്ങളെ പ്രചോദിപ്പിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് യൗസേപ്പിനെ പോലെ ജീവിതത്തിൽ മൗനിയായി ജീവിക്കുവാൻ, പറയേണ്ട വാക്ക് മാത്രം പറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണേ. പൗലോസ്ലിഹ പറയുന്നത് പോലെ, നാവിനെ നിയന്ത്രിക്കാൻ കഴിവ് കിട്ടിയവൻ ശരീരത്തെ മുഴുവൻ, ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ നാവിന് നീ കാവലേർപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ നാവിന് നീ കാവലേർപ്പെടുത്തണമേ. നിസ്വാർത്ഥതയുടെ പര്യായമാണ് യൗസേപ്പ്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് സ്വയം മറന്ന് സമർപ്പിച്ച യൗസേപ്പ്, തനിക്കെന്ത് മെച്ചം കിട്ടുമെന്ന് ഞങ്ങളെപ്പോലെ യൗസേപ്പ് ചിന്തിച്ചിരുന്നെങ്കിൽ രക്ഷാകര പദ്ധതി അതിൻ്റെ പൂർണ്ണതയിൽ യൗസേപ്പിലൂടെയും പൂർത്തിയാകുമായിരുന്നില്ല. കർത്താവേ, ഇന്ന് എല്ലായിടത്തും സ്വാർത്ഥതയുടെ വിഷക്കാറ്റ് വീശിയടിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും എന്ന ചിന്ത എല്ലാവരെയും ഭരിക്കുമ്പോൾ നിസ്വാർത്ഥതയോടെ ജീവിക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീട്ടകങ്ങളിൽ പോലും, ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ പോലും ഈ സ്വാർത്ഥത കടന്നുകൂടുകയാണ്. എനിക്കെന്ത് മെച്ചമെന്ന് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങുകയാണ്. കർത്താവെ, മെച്ചമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ആരോഗ്യമോ സമയമോ സമ്പത്തോ ഒന്നും ചെലവഴിക്കാത്ത വിധം സ്വാർത്ഥത ഞങ്ങൾക്ക് കടന്നുകൂടിയിരിക്കുന്നു. ലാഭം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയമമായിട്ട് മാറിപ്പോകുന്നു. ഈശോയെ, നിസ്വാർത്ഥതയുടെ പാഠങ്ങൾ യൗസേപ്പിൽ ഞങ്ങൾ കണ്ടുപഠിക്കുമ്പോൾ സ്വാർത്ഥതയുടെ എല്ലാ ചായ്വുകളെയും ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി വിശുദ്ധിയോടെ, നിസ്വാർത്ഥതയോടെ വേല ചെയ്യുന്ന, ജീവിക്കുന്ന അജഗണമായി ഞങ്ങളെ മാറ്റണമേ എന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വാർത്ഥത പൂക്കയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവയ്ക്കാം. സ്വാർത്ഥത പൂക്കയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവയ്ക്കാം. കൈവിരൽ തുമ്പൊന്ന് നീട്ടി നീ എന്നുടെ അന്ധതയെല്ലാം അകറ്റുകില്ലേ? ഇന്ന് അകറ്റുകില്ലേ? അകറ്റുകില്ലേ? എൻ ജീവിതമാ
ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ. എൻ നാമമൊന്നു നീ വിളിക്കുവാനായി ആശയോടിന്നു ഞാൻ കാത്തിരിപ്പൂ. എൻ ജീവിതമാം ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ. ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ.